ഗൈസ് വെൽക്കം ടു ഡാൻ ബ്രോ റിബോൺ അഗൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാൻക്രിയാസിനെ പറ്റിയും ഐലസ് ഓഫ് ലാംഗർഹാൻസിനെ പറ്റിയും ഇൻസുലിൻ ഗ്ലൂക്കോഗോണിൻ്റെ ഫംഗ്ഷനെ പറ്റിയും നമ്മൾ പഠിച്ചു. സൊമാറ്റോസ്റ്റൈൻ നിങ്ങൾ നോക്കേണ്ടത് അത് സിലബസിലില്ല. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ നോക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ബൈലോബ്ഡ് സ്ട്രക്ചർ. ബൈലോബ്ഡ് എന്ന് വെച്ചാൽ ഒരു ബട്ടർഫ്ലൈ, പൂമ്പാറ്റയുടെ ഷേപ്പാണ്. അതിൻ്റെ വിങ്സ് കണ്ടില്ലേ, പൂമ്പാറ്റയുടെ വിങ്സ് അതുപോലത്തെ ഒരു ഷേപ്പാണ്. അത് നെക്കിൻ്റെ മുമ്പിലാണ്, സിറ്റുവേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ നെക്ക് ബിലോ ദ ലാരിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തന്നാൽ ലാരിങ്സിൻ്റെ താഴെയാണ്, ലാരിങ്സ് വോയിസ് ബോക്സിൻ്റെ താഴെ വിൻഡ് പൈപ്പിന് മേലെ ആണതിരിക്കുന്നത്. ലാരിങ്സിന് താഴെ നെക്കിൻ്റെ മുമ്പിൽ വിൻഡ് പൈപ്പ് അഥവാ ട്രക്കിയുടെ തൊട്ട് മുകളിൽ. മനസ്സിലായില്ലേ? ഇനി ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ഈ തൈറോക്സിൻ്റെ പേരെന്താ? റെഗുലേറ്റിംഗ് ബേസൽ മെറ്റാബോളിസം ഓഫ് ദ ബോഡി, സെല്ലുലർ ഓക്സിഡേഷൻ റിസൾട്ടിങ് ഇൻ ഹീറ്റ് പ്രൊഡക്ഷൻ അറ്റ് റെസ്റ്റ്. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സെല്ലുലർ ഓക്സിഡേഷൻ പറഞ്ഞൊരു പ്രോസസ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതിന് തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ വേണം. അതിന് എന്താണ് ശരിക്കും പ്രവർത്തിക്കേണ്ടത്? തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഓൾസോ ഇൻഫ്ലുവൻസസ് ജനറൽ ഗ്രോത്ത് ഓഫ് ബോഡി. നമ്മുടെ ഗ്രോത്ത് നോക്കും, ബോണിൻ്റെ ഓസിഫിക്കേഷൻ OSSIFICATION നോക്കും, ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും, മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. ചില കുട്ടികൾ അങ്ങനെയാണ്, കാരണം അവർക്ക് തൈറോക്സിൻ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ, ഹൈപ്പോ സെക്രീഷൻ. നമുക്കിനി ഇതിന് അണ്ടർ സെക്രീഷൻ നോക്കാം. ഹൈപ്പോ തൈറോയിഡിസം, തൈറോക്സിൻ ശരിക്കും സെക്രീറ്റ് ആവണമെങ്കിൽ വളരെ ചെറിയ അളവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 തരത്തിലുള്ള ഡിസീസ് വരും. സിമ്പിളായിട്ടുള്ള ഗോയിറ്റർ, ക്രെട്ടിനിസം, മിക്സോഡീമ. സിമ്പിൾ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയ്ഡ് വിസിബിൾ ആസ് എ സ്വെല്ലിംഗ് ഇൻ ദ നെക്ക്. ചില ആൾക്കാരുടെ നെക്കിൻ്റെ വലിപ്പം അല്ലെങ്കിൽ സംടൈംസ് ഒരു സ്വെല്ലിംഗ് ഇങ്ങനെ വണ്ണ് കാണും, പ്രൊട്രൂഡർ ആയിരിക്കും. അതിൻ്റെ കാരണം ഹൈപ്പോ സെക്രീഷൻ അഥവാ തൈറോക്സിൻ്റെ അളവ് വളരെ കുറവാണ്. ഇനി മലമുകളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്, റൈസ് ഓഫ് ലാൻഡ് എബോവ് സീ ലെവൽ, ഓൾട്ടിറ്റ്യൂഡ് വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പോൾ ഹിമാലയസിലൊക്കെ ചിലപ്പോൾ താമസിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് സിമ്പിൾ ഗോയിറ്റർ വരാൻ വളരെ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും കാരണം എന്താ? ബോർഡ് എക്സാമിൽ വരെ ചോദിച്ചത് തന്നെ. കാരണം അവരുടെ ഫുഡിൽ അയഡിൻ കുറവാണ്, അവിടുത്തെ സോയിലിൽ അയഡിൻ ഇല്ല. ഈ തൈറോക്സിൻ, തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. തൈറോക്സിൻ ബേസൽ മെറ്റാബോളിസിന് വേണം. പക്ഷേ തൈറോക്സിന് വേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. തൈറോക്സിൻ പ്രൊഡ്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അയഡിൻ വേണം. അയഡിൻ, ഇൻസുലിൻ അയഡിൻ തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. അയഡിനാണ് വേണ്ടത്. തൈറോക്സിന് അയഡിൻ വേണം, അത് ശരിക്കും പ്രൊഡ്യൂസ് ആവണമെങ്കിൽ. ഈ അയഡിൻ സോയിലും ഇല്ല. സോയിൽ ഇല്ലെങ്കിൽ സോയിൽ നിന്ന പ്ലാന്റ്സ് കൺസ്യൂം നമ്മൾ ചെയ്യുമ്പോൾ പ്ലാന്റ്സിലും ഇല്ല. അപ്പോൾ ഡ്യൂ ടു ദ ഇൻസഫിഷ്യൻറ്റ് സപ്ലൈ ഓഫ് അയഡിൻ ഇൻ ദ ലാൻഡ് ആൻഡ് ഓൾസോ ഇൻ ദ ഫുഡ് വിച്ച് ഇസ് കൺസ്യൂംഡ് ബൈ ദ ഹ്യൂമൻ ബീങ്സ്, അവർക്ക് സിമ്പിൾ ഗോയിറ്റർ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടാവും. എവിടെ ഇരിക്കുന്നവർ? ഓൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള ലാൻഡിൽ. ഇവിടെ കുഴപ്പമില്ല. ഇനി രണ്ടാമത്തത് ക്രെട്ടിനിസമാണ്. ക്രെട്ടിനിസം ഇസ് എ കണ്ടീഷൻ വിച്ച് അഫക്ട്സ് ദ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ നമ്മളിത് ചിൽഡ്രനിലാണ് കാണുന്നത്, അഡൽസിലല്ല. കൂടുതൽ മെജോറിറ്റി ചിൽഡ്രനിലാണ് കാണുക. അവർക്ക് ഡ്വാർഫിസം, മെൻ്റൽ റിട്ടാർഡേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു തൈറോക്സിൻ ബേസൽ മെറ്റാബോളിസം ഓഫ് ദ ബോഡി, സെല്ലുലർ ഓസിഫിക്കേഷൻ ഉണ്ട്, ബോണ്ടി ഓസിഫിക്കേഷൻ, ബോഡി ടെമ്പറേച്ചർ, മെൻ്റൽ ഡെവലപ്മെൻറ്റിന് ഞാൻ പറഞ്ഞു. അതാണ് ഇവിടെ. ഹൈപ്പർ സെക്രീഷൻ വന്നു കഴിഞ്ഞാൽ മെൻ്റൽ റിട്ടാർഡേഷൻ കാണിക്കും. ഡ്വാർഫിസം, ഹൈറ്റ് വളരെ കുറവ്. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ കണ്ടില്ലേ വളരെ ഹൈറ്റ് കുറവ്, പക്ഷേ 25-30 വയസ്സുണ്ടാവും. അതിൻ്റെ കാരണം തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടാണ്. ഇനി മൂന്നാമത് മിക്സോഡീമയാണ്. മിക്സോഡീമ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളിലല്ല, അഡൽസിലാണ്. അപ്പോൾ കുട്ടികൾ കാണാൻ വരുന്നത് ക്രെട്ടിനിസം, അഡൽസിൽ വളരുന്നത് മിക്സോഡീമ. മിക്സോഡീമ വന്നു കഴിഞ്ഞാൽ പേഴ്സൺ മേ ബിക്കം സ്ലഗ്ഗിഷ്, SLUGGISH കീവേഡാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ. പേഴ്സൺ മേ ബിക്കം സ്ലഗ്ഗിഷ്. മിക്സോഡീമിക് അഫക്റ്റഡ് പേഴ്സൺ വിൽ ബി സ്ലഗ്ഗിഷ്. സ്വെല്ലിംഗ് ഓഫ് ദ ഫേസ് ആൻഡ് ഫേസിലും ഹാൻഡിലും മാത്രമല്ല, ഇവിടെയും ഫേസിലും ഹാൻഡ്സിലും എല്ലാം സ്വെല്ലിംഗ് വരും. നമ്മളിപ്പോൾ അണ്ടർ സെക്രീഷനെ കുറിച്ച് പഠിച്ചു. ഇനി ഓവർ സെക്രീഷൻ ആണെങ്കിൽ അതിന് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നാണ് പറയാം. EXOPHTHALMIC. ഓക്കെ, എക്സോഫ്താൽമിക്, ഞാൻ ഒന്നും കൂടെ പറയാം. EXOPHTHALMIC, എക്സോഫ്താൽമിക് ഗോയിറ്റർ. അങ്ങനെ ഒരാൾക്ക് ഓവർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ അളവിലേറെ, അല്ലെങ്കിൽ അണ്ടർ സെക്രീഷൻ ഓപ്പോസിറ്റ് ആണ് ഇത്, കൂടുതൽ സെക്രീറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. അങ്ങനെ ഒരാൾക്ക് കുറേ സിംറ്റം ഉണ്ടാവും. ഒന്ന് സിമ്പിൾ ഗോയിറ്റർ ഉണ്ട്, ഐസ് വളരെയധികം പുറത്തോട്ട് വരുന്ന പോലെ കാണിക്കും, ഇങ്ങനെ വരും, പ്രൊട്രൂഷൻ ഓഫ് ഐസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, മെറ്റാബോളിക് റേറ്റ് എല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിച്ചു. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഷേപ്പ് ബട്ടർഫ്ലൈ ഷേപ്ഡ് അല്ലെങ്കിൽ ബൈലോബിയൽ സ്ട്രക്ചർ, പ്രസന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ നെക്ക്, എബവ് ദ വിൻഡ് പൈപ്പ് ട്രക്കിയ, ബിലോ ദ ലാരിങ്സ് ഓഫ് വോയിസ് ബോക്സ്. തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് കുറേ ഫംഗ്ഷൻ ഉണ്ട്. ഈ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയഡിൻ വേണം. അയഡിൻ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ഈ അണ്ടർ സെക്രീഷൻ കാരണം വരുന്ന 3 ഡിസീസ് ഉണ്ട്. സിമ്പിൾ ഗോയിറ്റർ, മിക്സോഡീമ അഡൽസിൽ, ക്രെട്ടിനിസം കുട്ടികൾ.
ഓവർ സെക്രീഷൻ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം. അങ്ങനെ ഒരാൾക്കും കുറേ സിംറ്റം ഉണ്ട്. പ്രൊട്രൂഷൻ ഓഫ് ഐസ്, മാർട്ട് മെറ്റലബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ഇന്ന് അങ്ങനെ നമ്മൾ 3 കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ സിലബസിൽ 4 ഉള്ളത്. അതിൽ നമ്മൾ 3 കംപ്ലീറ്റ് ചെയ്തു. അഡ്രിനൽ ഗ്ലാൻഡ് കംപ്ലീറ്റ് ചെയ്തു, പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് കംപ്ലീറ്റ് ചെയ്തു, തൈറോയിഡ് ഗ്ലാൻഡ് കംപ്ലീറ്റ് ചെയ്തു. നമ്മളിനി അടുത്ത വീഡിയോയിൽ അവസാനത്തെ നോക്കാൻ പോകുക. അതിൻ്റെ പേരാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിനെ മാസ്റ്റർ ഗ്ലാൻഡിനെ വിളിക്കണം. കാരണം എന്താ, എല്ലാ എൻഡോക്രിൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റംസ് ഓഫ് ഗ്ലാൻഡ്സ് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഈ എൻഡോക്രിൻ ഗ്ലാൻഡിൻ്റെ കിങ് അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ സെൻസിൽ ഉത്തരം എഴുതിയാൽ മതി. വൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് നോൺ ആസ് മാസ്റ്റർ ഗ്ലാൻഡിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദ എൻഡോക്രിൻ ഗ്ലാൻഡ്. ബാക്കി 3 ഒരു കുഴപ്പമില്ല. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അടിച്ചു പോയാൽ തീർന്നു. അതാണ്. സോ സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ദ വീഡിയോ, ഷെയർ ഇറ്റ്, സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ വരും. ടിൽ ദെൻ, ഗുഡ് ബൈ.